നമസ്കാരം. ഇന്ന് നമ്മൾ എവിടെ സഞ്ചരിച്ചാലും നമ്മളൊക്കെ തന്നെ ക്യാമറയുടെ മുന്നിലാണ് എന്നുള്ള കാര്യം പലരും ഓർക്കാറില്ല. എവിടെയും ആളുകളുടെ കൈവശം ഇപ്പോൾ ക്യാമറയുണ്ട്, ലൈവ് സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ലോകത്ത് ഇന്ന് ജീവിക്കാൻ എന്നാണ് സാങ്കേതിക രംഗത്തെ എല്ലാ വിദഗ്ധരും നമ്മളോട് പറയാറുമുള്ളത്. എന്നാൽ IT രംഗത്ത് തന്നെ ഒരു വലിയ പ്രമുഖന് കഴിഞ്ഞ ദിവസം പറ്റിയ അമളിയാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചയാകുന്നത്. ഒരു പ്രമുഖ IT കമ്പനിയായ അസ്ട്രോണമറിൻ്റെ CEOയ്ക്കാണ് ഈ ഒരു അമളി കഴിഞ്ഞ ദിവസം പറ്റിയത്. അമേരിക്കയിലെ ബോസ്റ്റണിൽ കഴിഞ്ഞ ദിവസം നടന്ന കോൾഡ് പ്ലേയുടെ സംഗീത പരിപാടിക്കിടെ ക്ലൗഡ് കമ്പനിയായ അസ്ട്രോണമറിൻ്റെ CEO ആൻഡി ബൈറനും സഹപ്രവർത്തക ക്രിസ്റ്റ്യൻ കബോട്ടും കെട്ടിപ്പിടിച്ച് നൃത്തം ചെയ്യുന്നത് ലൈവിൽ ജനങ്ങൾ കാണുകയായിരുന്നു. മാത്രവുമല്ല, ഈ രണ്ടുപേരും ഇതിനെക്കുറിച്ച് അധികം ബോധവാന്മാരായിരുന്നില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ ഈ പരിപാടിയുടെ അവതാരകൻ പെട്ടെന്ന് തന്നെ ജനങ്ങളോട് പറഞ്ഞത്, ഇതാ നിങ്ങൾ കാണുക, ഇവർ രണ്ടുപേരും ഒന്നുകിൽ റിലേഷൻഷിപ്പിലാണ്, അതല്ലെങ്കിൽ അവർ നാണക്കാരാണെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ വിശദീകരണവും അവതാരകൻ നടത്തി. തുടർന്ന് ഇത് അതുവരെ കാണാത്ത ആളുകളും കാണുകയായിരുന്നു. ടിക്ടോക്കിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. ഇതോടുകൂടി ഇരുവരുടെയും കുടുംബജീവിതത്തിലും സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ബൈറൻ്റെ ഭാര്യ തന്നെ അവരുടെ പേരിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് നീക്കം ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല, സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ആളുകൾ അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഈ പിന്തുണക്കാരെ കൊണ്ട് നിവർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മേഗൻ ഒടുവിൽ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തേണ്ട അവസ്ഥയിലേക്കും കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു. ഏതായാലും അസ്ട്രോണർ പോലെയുള്ള ഒരു വൻകിട സ്ഥാപനത്തിൻ്റെ CEOയ്ക്കാണ് ഈ അബദ്ധം പറ്റിയത് എന്ന് നമ്മൾ ഓർക്കണം. കമ്പനി ആകട്ടെ ഇനി ഈ വിഷയത്തിൽ കൃത്യമായൊരു പ്രതികരണം നടത്തിയിട്ടില്ല. അവർ പറയുന്നത് തങ്ങളുടെ ജീവനക്കാരൊക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ നോക്കി കാണണം എന്നാണ് അവരുടെ ആഗ്രഹം എന്നാണ്. എന്നാൽ ബൈറനോ കബോട്ടോ ഇനി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ഇരുവരും വിവാഹിതരാണെങ്കിൽ പോലും കുറേ നാളുകളായി രണ്ടുപേരും അവരുടെ പങ്കാളിയിൽ നിന്ന് വേർപെട്ട് ജീവിക്കുകയാണ് എന്നാണ്. ഇത് തീർത്ത് സത്യമാണോ എന്നുള്ള അറിയില്ല. ഈ രണ്ടുപേരും ഇപ്പോഴും കമ്പനിയിൽ തന്നെ തുടരുകയാണോ അതോ അവധിയിൽ പ്രവേശിച്ചോ എന്നുള്ള കാര്യവും ഇപ്പോഴും വ്യക്തവുമല്ല. ഏതായാലും അമേരിക്ക പോലെയുള്ള ഏറ്റവും ഒരു വികസിത രാജ്യത്തെ ഒരു ഉന്നതമായ കമ്പനിയിലെ പ്രമുഖന് തന്നെ ഈ ഒരു അമളി പറ്റിയത് ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. പലരും സമൂഹ മാധ്യമങ്ങളുടെ ബൈറൻ്റെ ഭാര്യയോട് ആവശ്യപ്പെടുന്നത് അടിയന്തരമായി ഇദ്ദേഹവുമായി വിവാഹമോചനം നടത്തണമെന്നാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ ഒരു നല്ല വിഹിതവും അവർ സ്വന്തമാക്കണമെന്നും പലരും ആവശ്യപ്പെടുന്നുണ്ട്. വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് പല ആളുകളും ഈ സംഭവത്തിൽ ഇപ്പോൾ ഉയർത്തുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും വില്ലനായത് ഈ പരിപാടിയുടെ അവതാരകനാണോ എന്ന് പോലും ന്യായമായി നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം ഒരുപക്ഷെ അവർ ഈ രംഗത്ത് പ്രത്യക്ഷപ്പെട്ട് അങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഈ അവതാരകൻ കൃത്യമായി ഇതാ ഈ രണ്ട് പേരും ഇവിടെ ഉണ്ട് എന്നും അവരെക്കുറിച്ചുള്ള ഒരു വിശദീകരണവും നൽകിയതായിരിക്കാം ഈ പരിപാടിയിൽ പെട്ടെന്ന് തന്നെ ഇവരെ എല്ലാവരും ശ്രദ്ധിക്കാൻ ഇടയാക്കിയത് എന്ന് വേണം കരുതാൻ. അമേരിക്കൻ IT രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് ബൈറൻ്റേത്. ഏതാണ്ട് $1 ബില്യണിലധികം ആസ്തിയുള്ള അസ്ട്രോണർ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഈ കബോട്ടയെ അവിടെ നിയമിച്ചത് തന്നെ ബൈറനായിരുന്നു. പക്ഷേ ഇരുവരും തമ്മിൽ വളരെ സൗഹൃദത്തിലാണോ അതോ പ്രണയത്തിലാണോ എന്നുള്ള കാര്യമൊന്നും ഇനിയും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് അമേരിക്കയിലെ ടെക് ലോകം.